എല്ലാവർക്കും സത്സംഗ ദൃശ്യയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ദ മോസ്റ്റ് പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്, അതിനെക്കുറിച്ച് മലയാളത്തിലാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ്. എൻ്റെ ഒരുപാട് ക്ലയൻസിന് ഒരുപാട് സ്റ്റക്കായിട്ട് നിന്നപ്പോൾ ഒരുപാട് ബ്ലോക്സ്, ചിലവർക്ക് ഒരുപാട് എനർജി ബ്ലോക്സ് ഉണ്ടാവും, ചിലവർക്ക് ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടാവും, ചിലവർക്ക് ഒരുപാട് കാർമികമായിട്ടുള്ള ബ്ലോക്സ് ഉണ്ടാവും. പക്ഷേ ഈ ബ്ലോക്സിനെ എല്ലാം മറികടക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ള 100% വർക്കായിട്ടുള്ള ഒരു മെത്തേഡ്. പല മെത്തേഡുകൾ ചെയ്യുമ്പോഴും നമുക്ക് ഓരോരുത്തരുടെ ബ്ലോക്സ്, പേഴ്സണൽ ബ്ലോക്സ് അതിൽ മാറ്ററാണ്. ഈ മെത്തേഡ് ചെയ്യുമ്പോൾ ഇത് ആത്മാർത്ഥമായിട്ട് ഡെഡിക്കേഷനോടുകൂടി ചെയ്താൽ ഇത് ഭയങ്കര പവറാണ്. ഭയങ്കര മാറ്റങ്ങൾ, അടഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് തുറക്കുന്നതായിട്ടും നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് അടുക്കാനായിട്ട് പെട്ടെന്ന് നമ്മളെ സഹായിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് മിറാക്കുലസ് ആയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉള്ളതാണ്. ഒരുപാട് പേരുടെ ഗോൾസ് ആണെങ്കിലും ഒരുപാട് പേരുടെ അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനും അവരുടെ നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് സംഭവങ്ങളെല്ലാം മാറ്റി അവരെ ഒരു ക്ലാരിറ്റിയിലേക്കും ഒരുപാട് അവരുടെ ആ ഒരു ഡ്രീം ലൈഫ് മാനിഫെസ്റ്റ് ചെയ്യാൻ സഹായിച്ച്, അവരുടെ ഹാർഡ് വർക്കിനോടൊപ്പം സഹായിച്ച ഒരു മെത്തേഡാണ് ഞാനിന്ന് പറയുന്നത്. ദ മോസ്റ്റ് പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഇത് ഞാൻ അടിവരയിട്ട് പറയുന്ന ഒരു മെത്തേഡാണ്. ഒരുപാട് ടെക്നിക്സ് ഉണ്ട് മാനിഫെസ്റ്റേഷനിൽ, പക്ഷേ ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് ഇതിനെ പല പേരിൽ പറയും. നമുക്കിപ്പോൾ വേണമെങ്കിൽ വെറും ഒരു ട്വൈൻ മെത്തേഡ് എന്ന് പറയാം. നമുക്കിതിനെ ടൈ ദ നോട്ട് ടെക്നിക്ക് എന്ന് പറയാം. പല പേര്. ഈ പേരിലൊന്നൊരു കാര്യമില്ല. ഇത് പണ്ട് കാലത്ത് തന്നെ നമ്മളുടെ പല സംസ്കാരങ്ങളിലും ഇത് ഉണ്ട്. ഈ ഒരു മെത്തേഡ് ഏറ്റവും പവർഫുള്ളാണ്. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ജോലി കിട്ടാനാണ് ആഗ്രഹം, നിങ്ങളുടെ കല്യാണം നടക്കുന്നില്ല, കല്യാണം നടക്കാനാണ് ആഗ്രഹം, കല്യാണം നടക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഓക്കെ. അതേപോലെ നിങ്ങൾക്ക് ഒരു വീട് വെക്കാനാണ് ആഗ്രഹം. എന്താണോ നിങ്ങളുടെ ആഗ്രഹം, ആ ആഗ്രഹം നടന്നു കഴിഞ്ഞതായി നിങ്ങൾ സങ്കല്പിക്കുക എന്നുള്ളതാണ്. ഈ സങ്കല്പം എന്താണ്? നിങ്ങളുടെ മനസ്സിൽ ഉറച്ച സങ്കല്പം. അത് നമുക്ക് വേണമെങ്കിൽ കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്തതിന് ശേഷം ഇത് ആയിരിക്കും കൂടുതൽ എഫക്റ്റ്. നിങ്ങൾ കണ്ണടച്ച് ആ ആഗ്രഹം വന്ന് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ നടക്കുന്നതായിട്ടൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം വെച്ചിട്ട് ആണ് ഈ പരിപാടി ഫുള്ള്. ഈ 2 ചരട് വെച്ചിട്ടാണ് ഈ പരിപാടി ഫുള്ള്. എങ്ങനെയാണ്? 5 കെട്ട് നമ്മൾ ഈ ചരടിൽ ഇടുവാണ്. ഈ 2 ചരട് വേണം. 2 ചരടിൽ ചേർത്ത് പിടിച്ചിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുന്നത്, എനിക്ക് വളരെ നല്ല അതിമനോഹരമായിട്ടുള്ളൊരു വീട് വെക്കാൻ കഴിഞ്ഞതിന് 2 നിലകളുള്ള നിങ്ങൾക്ക് എങ്ങനെയാണോ എത്രയും എക്സ്പ്ലെയിൻ ചെയ്യാമോ അത്രയും എക്സ്പ്ലെയിൻ ചെയ്യാം. 2 നിലകളുള്ള വീട് വെക്കാൻ കഴിഞ്ഞതിന് നന്ദി എന്ന് പറഞ്ഞ് 5 കെട്ട് ഇങ്ങനെ 5 കെട്ട് താങ്ക് യു ഡിവൈൻ എന്ന് പറഞ്ഞിട്ട് 5. ഇപ്പോൾ ഒരു കെട്ടായി. താങ്ക് യു ഡിവൈൻ. ഈ ഒരു ആഗ്രഹം പറഞ്ഞ സങ്കല്പം പറഞ്ഞാണ് ഇതേപോലെ 5 കെട്ട് ഇതിനകത്തിടാം. ഈ 5 കെട്ട് പറയുമ്പോഴും അത് ഫീൽ ചെയ്യണം. ഞാനിപ്പോൾ പെട്ടെന്ന് പറഞ്ഞ പോലെയല്ല, നമ്മളത് പറഞ്ഞ ആ ഒരു വീട് എനിക്ക് കിട്ടിയതിന് നന്ദി, അത് ഫീൽ ചെയ്യണം, നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരണം. നമ്മൾ ഓൾറെഡി വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് വീണ്ടും വിഷ്വലൈസ് ചെയ്യേണ്ട. നമ്മളിത് പറയുക, ഫീലോടുകൂടി പറഞ്ഞ് മുറുക്കി കെട്ടുക. പൊട്ടിപ്പോരുത് കെട്ടുമ്പോൾ, സാധാരണ ഒരു മുറുക്കി കെട്ടുക ഓക്കെ. അങ്ങനെ 5 നോട്ട് കെട്ടുക. ഈ 5 നോട്ട് കെട്ടിയതിന് ശേഷം, 5 കെട്ട് കെട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കയ്യിലങ്ങ് കെട്ടുക. നമ്മൾ സാധാരണ ചരടൊക്കെ കെട്ടുന്ന പോലെ നമ്മുടെ കയ്യിലങ്ങ് കെട്ടുക. അത് ചില ആൾക്കാർക്ക് ചരട് കെട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മതപരമായിട്ടുള്ള ചരടാണോ എന്നൊക്കെ മറ്റുള്ളവർ വിചാരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോക്കറ്റിലോ പേഴ്സിലോ എപ്പോഴും നിങ്ങൾ എടുക്കുന്ന പേഴ്സൊക്കെ ഉപയോഗിക്കും. സ്ത്രീകളാണെങ്കിൽ പേഴ്സ് എപ്പോഴും ഉപയോഗിക്കുന്നവരാണ്. അതേപോലെ പുരുഷന്മാരാണെങ്കിൽ ഷർട്ടിൻ്റെ പോക്കറ്റിലോ ഒക്കെ ഇടാം. ഇത് കാണുമ്പോൾ എന്താണ്? നമ്മൾ ആ വിഷിനെക്കുറിച്ച്
നമുക്ക് ഓർമ്മ വരും. വീണ്ടും റീഅഫേം ചെയ്യുക. താങ്ക് യു ഡിവൈൻ, താങ്ക് യു ഡിവൈൻ, താങ്ക് യു ഡിവൈൻ, താങ്ക് യു ഡിവൈൻ എന്ന് വീണ്ടും റീഅഫേം ചെയ്യുക. ഈ ഒരു മെത്തേഡ് ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു, പക്ഷേ പ്രേമത്തിൽ പറയുന്ന പോലെ സിമ്പിളാണ്, പക്ഷേ പവർഫുള്ളുമാണ്. ഇത് നിങ്ങൾ ചെയ്തു നോക്കുക, ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഇതേപോലുള്ള ഇതിൻ്റെ പ്രാക്ടീസും ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. നമ്മളുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, ഫ്രീ കമ്മ്യൂണിറ്റിയാണ്. അവിടെ ഒരുപാട് ഫ്രീ ക്ലാസ്സസ് വരും. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതുമാണ്. നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സും ഒരുപാട് ന്യൂ ക്ലാസ്സസും അവിടെ വരുന്നതാണ്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ മറക്കാതെ, വേറെ ഒരു മെത്തേഡ് ചെയ്തില്ലെങ്കിലും ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്ത് നോക്കുക. ദിസ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക് എവർ. ഈ ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആസ്ട്രോളജിക്കൽ ബ്ലോക്ക് ഉണ്ടോ, എന്ത് കാർമിക് ബ്ലോക്ക് ഉണ്ടോ, എന്ത് ചക്ര ബ്ലോക്ക് ഉണ്ടോ, ഒരു ചക്ര ക്ലെൻസിങ്ങും ഒന്നും ചെയ്യാതെ നിങ്ങളുടെ ബ്ലോക്ക്സ് നിങ്ങൾ പ്രൊവൈഡഡ്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ, ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് ഒരുപാട് വേയ്സ് ഓപ്പൺ ആക്കി തരുന്ന ഒരു കാര്യമാണ്. ഒറ്റവട്ടമാണ് ഇത് കെട്ടേണ്ടത്, പിന്നെ നിങ്ങൾ കയ്യിൽ വയ്ക്കുക. പക്ഷേ ആ കിട്ടുന്ന സമയത്ത് വെറുതെ നിങ്ങളൊരു റാൻഡമായിട്ട് കെട്ടരുത്. നമ്മൾ ആ ഒരു ഫീലോട് കൂടി അങ്ങനെ ഒരു നല്ലൊരു സ്ഥലത്ത്, ഒരു ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലത്തിരുന്ന് കെട്ടുക. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊന്ന് ചെയ്ത് നോക്കുക. ഒരു പൈസ ചിലവില്ല. ഈ 2 ചരട് മാത്രം മേടിച്ചാൽ മതി. നിങ്ങൾ ചെയ്ത് നോക്കുക. താങ്ക് യു.